ഞാനും പുറത്ത് അകത്ത് எங்க போனாமே வயசு காலத்துல ஓட வைக்கிறானே தங்கச்சி ஒரு சோம்பேறி பையன் இந்த பக்கமா ஓடி வந்தானா பாக்கலையா தமிழ்நாடு போலீஸ் ஏமாத்துற இந்த யூனிஃபார்மோட கௌரவத்தை பத்தி அவன் என்ன நினைச்சிருக்கிறான் சார்? கையெடுத்தாச்சு சார். இந்த வாட்டி அவனை மன்னிச்சிடுங்க சார். மன்னிப்பா கிடையவே கிடையாது. என்னைக்காவது ஒரு நாள் அவன் கையிலே மாட்டித்தான் தீரும். അതപ്പടി സാർ, ഇത് തമിഴ്നാട് ഏരിയാണാലും இந்த இடம் கேரளா தானே, உங்களால் எப்படி அரெஸ்ட் பண்ண முடியும்? சட்டம் மட்டும் நீ என்கிட்ட பேச. அதுக்குத்தான் கேரளா போலீஸால வெளியில நிப்பாட்டி இருக்கேன். சாரு, கேரளா போலீஸ்ல வெளியில் நிப்பாட்டி இருக்க. அவன் அங்க இருக்கட்டும், நீங்க எங்க உட்காருங்க. உட்காருங்க உட்காருங்க சார். அண்ணன் இது வேண்டாம். சாரே சாரே சாப்பிடுங்க சாரே. குடிச்சோடி சாரே. ഇത് രണ്ട് ഫോനാണ്. പതിവ് പരിപാടിയാണല്ലോടാ ഇത്. കളിച്ച് കളിച്ച് മുറത്തിക്കാരി കൊത്തു കാണും. നിന്റെ എന്റെ കോന്തുണ്ണി മുത്തച്ഛ, എന്റെ അമ്മമ്മേ, അമ്മേ, അയ്യോ രസിടിയായിരുന്നു. അയ്യോ അയ്യോ ചൂട് ചൂട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടുവന്ന് കിടന്ന് മോങ്ങുന്നു. പടനായകന്മാരുടെ തറവാടായിരുന്നടാ നമ്മുടേത്. അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ട് കളരി ഗുരുക്കന്മാരായിരുന്നു. അത് നീ മറക്കരുത്. ദേ മുത്തച്ഛൻ കോന്തുണ്ണി ചേകവർ വരെ ചേരനാട്ട് രാജാവിന്റെ വെട്ടേറ്റാടാൻ മരിച്ചത്. ആരെ പാരേറ്റ് കൊന്നാണല്ലോ കൊണ്ടൊന്നും ഇക്കാലത്ത് പ്രയോജനമില്ല അമ്മൂമ്മേ. ഇടി ചടപ്പ് തെറിപ്പിച്ച്. എന്തിനാടാ ഇങ്ങനെ അടപ്പ് തെറിപ്പിക്കണേ? ഈ വയസ്സുകാലത്ത് അമ്മുമ്മയെ വിഷമിപ്പിക്കണോ? എത്രാമത്തെ അടിയാടാ ഇത്? വേണോന്ന് വെച്ചിട്ടാണ് അമ്മേ. ചാരയം കാണുമ്പോ കുടിക്കണമെന്നും ചാരയം കുടിച്ചാൽ ലഹരി വരും. ലഹരി വന്നാൽ എനിക്ക് ആരെങ്കിലും തല്ലണം, ഇല്ല ആരെങ്കിലും തല്ലുകൊള്ളണം. അയ്യോ പോലീസാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചൂടാക്കാതെ പോയി നോക്കാം മുമ്മേ. എന്നെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേരെ. അവനോടില്ല. ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മോനെ മണി, മണിയണ്ടാ, നീ എവിടെയാ? അമ്മൂമ്മ ഇതിനകത്താ. പേടിക്കാടാ, അവരിന്നലെ നിന്നെ കൊണ്ടാക്കിയവരാ. അമ്മൂമ്മ ലുങ്കി ഷർട്ടും ചെറുത്ത. അമ്മൂമ്മ പോ. എന്ത് മണി വാ പറയട്ടെ. ഇടിയുണ്ട എവിടെ? എന്ത് അവിടെ കൊണ്ട് വിട്. ഇടുക്കിയിലെ വനഭൂമി പതിച്ചു കൊടുത്ത രേഖകളിൽ ഇയാൾ കൃത്രിമം കാണിച്ചിട്ടുണ്ട് സർ. പലയിടത്തും. ഇല്ല സാർ, എനിക്കിതിലൊരു പങ്കുമില്ല. തെളിയിക്കുന്ന രേഖകൾ ഈ ഫയലിലുണ്ട് സർ. സ്പെഷ്യൽ തഹസിൽദാർ എന്ന നിലയ്ക്ക് ഇയാൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ്. മിസ്റ്റർ നമ്പ്യാർക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? ചെറിയ പിഴവുകൾ വന്നു പോയിട്ടുണ്ട് സാർ, എന്നോട് ക്ഷമിക്കണം. കുറ്റം ചെയ്തവർ ശിക്ഷ ഏൽക്കേണ്ടി വരും. മിസ്റ്റർ മാധവൻ, ഈ ഫയലുകൾ വെച്ചോളൂ. അവിഹിതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ ഒഴിപ്പിക്കണം.
കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി എത്ര പോലീസ് ഫോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം സാർ. ഇവിടെ മാധവൻ കാട്ടിനകത്ത് കയറിയാൽ നമ്മുടെ കഞ്ചാവ് കൃഷി മുഴുവൻ നഷ്ടപ്പെടും. അതിനേക്കാൾ വലിയ പ്രശ്നം കള്ളറക്കാടുണ്ടാക്കി ഭൂമി കൈവശം വെച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവരെ ചോദ്യം ചെയ്താൽ എന്റെ പേരാവും പുറത്തു വരിക. ഞാൻ പലരോടും പണം വാങ്ങിയിട്ടുണ്ട്. റെക്കോർഡുകൾ മുഴുവൻ മാധവന്റെ കയ്യിലാ. പെട്ടെന്ന് വല്ലതും ചെയ്തേ പറ്റൂ. മാധവൻ IASന്റെ മരണം കൊലയോ ആത്മഹത്യയോ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. ഇടുക്കിയിലെ കഞ്ചാവ് കൃഷിക്കാരുടെയും വനം കൊള്ളക്കാരുടെയും കറുത്ത കൈകളാണ് മാധവന്റെ ദുരൂഹമായ മരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഈ മാഫിയ സംഘത്തിന്റെ തേർവാഴ്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖന്മാർ കൂട്ടുനിൽക്കുകയാണെന്ന പരാതി നേരത്തെ ഉള്ളതാണ്. ഉയർന്ന പോലീസ് അധികാരികളുടെ ഒത്താശയോടെയാണ് ഈ മലയോരങ്ങളിൽ കഞ്ചാവ് കൃഷി നടക്കുന്നതെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഉൾക്കാട്ടിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ താൻ കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് MLA കുഞ്ഞാണ്ടി വെല്ലുവിളിച്ചിട്ടും പ്രതികരിക്കാതെ അധികാരത്തിൽ തുടരുന്ന ആഭ്യന്തരമന്ത്രി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ്. എന്താ കാര്യം? നിനക്ക് അറിയില്ലല്ലേ? എതിരായിട്ട് നീ എന്താണ് എഴുതിയത്? ഞാൻ MLA കുഞ്ഞാണ്ടിയുടെ ഒരു പ്രസ്താവന വോട്ട് ചെയ്തേ ഉള്ളൂ. അവന്റെ അമ്മയുടെ കുഞ്ഞാണ്ടി. എങ്കിൽ ഞാനും തരാം അവിടെ ഒരു പ്രസ്താവന. പ്രസിദ്ധീകരിച്ചോ? എങ്കിൽ എഴുതടാ, MLA കുഞ്ഞാണ്ടി അവന്റെ അപ്പനും ചേർന്നാണ് മാധവനെ കൊന്നതെന്ന് എഴുതോ? എഴുതിക്കോളാം. എടാ, ഒരു കാര്യം നീ ഓർത്തോ, വേണുവെട്ടിനെതിരായിട്ടൊരു വാക്ക് നീ എഴുതിയാ നിന്റെ കൈ ഞാൻ വെട്ടും. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് മിസ്റ്റർ വേണു? എനിക്ക് ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. സാറ് ദയവ് ചെയ്ത് എന്റെ രാജി സ്വീകരിക്കണം. മാധവന്റെ മരണമാണോ കാരണം? അതിന്റെ പേരിൽ എന്നെ കുറിച്ചുണ്ടായ ആരോപണങ്ങളാണ്. പ്രതിപക്ഷം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. പത്രങ്ങളിൽ വന്ന വാർത്ത സാറ് കണ്ടതല്ലേ? ഇടുക്കിയിലെ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാനാണ് കൊല്ലിച്ചതെന്ന്. എടോ, ഈ പത്രക്കാര് പടച്ചുവിടുന്ന കള്ളക്കഥകൾ കേട്ട് താനിങ്ങനെ തുടങ്ങിയാലോ? കുഞ്ഞാണ്ടി അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. എന്റെ സഹായത്തോടെയാണ് കഞ്ചാവ് കൃഷി നടക്കുന്നതെന്നും കാട്ടിലേക്ക് വന്നാൽ കാണിച്ചു തരാമെന്നും ആ മനുഷ്യൻ പറഞ്ഞത് സാറും കേട്ടതല്ലേ? വേണു, പൊതുജന സേവനത്തിന് ഇറങ്ങുമ്പോ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. എന്റെ കുടുംബത്തെ തന്നെ പറഞ്ഞില്ലേ സാർ? മാധവൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് എനിക്കറിയാം. അയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതിലുപരിയായി വിദേശത്ത് നിന്നും പണം പിരിച്ച തനിക്ക് ആ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒക്കുവോ? നോ, ഐ വിൽ നെവർ അക്സെപ്റ്റ് യുവർ റെസിഗ്നേഷൻ. സാറെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരു സന്ദർഭം തരണം. വാട്ട് യു മീൻ? ദയവ് ചെയ്ത് എന്നെ തടയരുത്. ഇന്നേ വരെ ഞാൻ നയിച്ച പരിശുദ്ധമായ പൊതുജന സേവനത്തിൽ പുരണ്ട ഈ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കണം. കുഞ്ഞാണ്ടിയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. നല്ല രസമായിരിക്കും അല്ലേ അലക്സ്? കാലാവധി കഴിഞ്ഞ ഒരു വടവർഷമാണ് സാർ. ആരും കാണാത്തത് ഭാഗ്യം. കുഞ്ഞാണ്ടി, എവിടെയാ ഈ സ്ഥലം? ദൂരം കുറെ ആയല്ലോ. എടോ കുഞ്ഞാണ്ടി, തന്നോടാ എവിടെയാ കൃഷിസ്ഥലം എന്ന്? കുറച്ചും കൂടി പോണം. ഒരു കസേര തരൂ.
BP ചെക്ക് ചെയ്യൂ ഡോക്ടർ. BP നോർമലാണ്. മിസ്റ്റർ കുഞ്ഞാണ്ടി, എത്ര ദൂരം നമ്മൾ നടന്നു? സ്വതവേ ശാന്തനായി എന്നെ അരിശം പിടിപ്പിക്കരുത്. എവിടെയാ നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലം? ഇനി ഒട്ടു ദൂരം പോണോ? പോണം, ഇനിയും പോണം. കുഞ്ഞാണ്ടി, ഏത് നരകത്തിലാണോ താനീ പറഞ്ഞ സ്ഥലം? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എവിടെയെന്ന് ചോദിച്ചാ മുണ്ടുപൊക്കി കാണിച്ചു തരാൻ നോക്കൂ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെയാണ് മന്ത്രിയുടെ ഈ വരവ്. നമ്മൾ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. കാട്ടാനയാണെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം എല്ലാം. ശരി സാർ. മന്ത്രിയുടെ ക്യാമ്പ് എവിടെയാണെന്ന് അറിയാമല്ലോ? അറിയാം. Ministry sleeping. Health condition okay? No problem. Nothing particular. Okay? Over. സാർ, കാട്ടാതെ അയ്യോ. അലക്സ് സാറേ, തല ഉയർത്താതെ താൻ ബോധം കെട്ട് കിടക്കുക. അത് ശരി. വൃത്തി ഒന്നിന് തന്നെ കുറച്ച് ഒന്നിന് വിട്ടേക്കാം. താനിപ്പോ മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി. ഡാൻസർ മണികണ്ഠനല്ല. അയ്യോ, അട്ട കയറൂ. സാർ, ഞങ്ങൾ രാത്രി മുഴുവൻ തിരയായിരുന്നു സാർ. മിനിസ്റ്റർക്ക് വല്ലതും? അത്രയ്ക്കൊന്നുമില്ല. ഹീ സേഫ്. ഞങ്ങൾ പേടിച്ചു പോയി സാർ. സംസാരിച്ചിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. കയ്യിലൊരു മുറിവുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല സാർ. പെട്ടെന്നുണ്ടായ ഷോക്ക് മാറി കിട്ടാൻ 2-3 ദിവസം റെസ്റ്റ് വേണ്ടിവരും. പറഞ്ഞത് കേട്ടില്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ചേട്ടാ, മണികണ്ഠ, ഇത് അമ്മിണി ഭാര്യയാണ്. കുടുംബത്ത് ധാരാളം സ്വത്തുണ്ടെന്ന അഹങ്കാരം. നാട് ഭരിക്കുന്ന ഭർത്താവിനെ വീടിനകത്ത് ഭരിക്കുന്നവൾ. മാഡം, ഈ അവസരത്തിൽ ഒന്നും സംസാരിക്കണ്ട. അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ. സാർ, കാട്ടാന എന്ന് പറഞ്ഞാൽ ഒരു 19ഓളം വരും. ഒരു കൊമ്പൻ മിനിസ്റ്റർ ടെന്റിലേക്ക് ഓടി വരുന്നു. സെന്റി മിഴിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ തോക്ക് പിടിച്ചു വാങ്ങി ഒറ്റപിടി. കാട്ടാന തിരിഞ്ഞോടി. മിനിസ്റ്റർ എടുത്തോടി ഞാൻ പുറത്തേക്കും. ശരി. ഇക്കൊല്ലത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് ഞാൻ നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്യാം. താങ്ക് യു സർ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത്. யோ, மரியாதையா பேசு. எனக்கு தெரியாது.
തവളെ കളവ് പറയണ്ട. മണികണ്ഠൻ അടിക്കടി ഇവിടെ വന്നു പോകുന്ന വിവരം ഈ വീരപ്പനറിയാം. എവൻടാ சொன்னது അടിക്കടി വന്നു പോകുന്നുണ്ടെന്ന്? അവന്റെ ഒക്കെ മർമ്മം നോക്കി ഊന്നണം. ഈ വയസ്സാഴ്ച അതെ, സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കും മണികണ്ഠനകത്തോണ്ടെന്ന്. ഒരു കാര്യം പറയാം. അണ്ണ ഉള്ളു പോകണ്ട, അകത്ത് അഭ്യാസികൾ കാണും. ഉള്ളു പോയാൽ നമ്മളെ പീസ് പീസാക്കി കളയും. അണ്ണ 2 മാസമാச்சு അവൻ വീട്ടിക്ക് വന്നിട്ട്. തള്ള ചാവുമ്പോ അവന് 1.5 വയസ്സ്. അപ്പുറം ഞാൻ താൻ എടുത്ത് പോറ്റുന്നത്. ഇപ്പൊ ആളായി, കൈ പണമായി. ഇനി അമ്മുമ്മ വേണ്ടായിരിക്കും. ആ എനക്ക് തെരീം ആരാ എന്റെ മോന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഇതിനൊക്കെ അവൾ അനുഭവിക്കും. ഏതവളുടെ കാര്യമാണ് പറയണത്? യോ, നിങ്ങളുടെ കൂടെ കൂത്താടി നടക്കുന്നല്ല ഒരുമ്പട്ടവള് കാനക. അവള് കൈവശം കൊടുത്തു. യാർ കൈവശം കൊടുത്തത്? നീ താണ്ടി. ആ നീതായ മണികണ്ഠനെ തട്ടിയെടുത്തത്. നാഗണ്ണ എന്റെ മണികണ്ഠനെ കല്യാണം നടക്കാതെ ഇറക്കണ്ട പൊമ്പളതാ എങ്കിയോ മച്ചാനെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പോയി അവൻ കിളവിയെ എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. ചൂലേ, ആരാടി നിന്റെ കളവി? ഊര് ചുറ്റി കണ്ട ആളുകളെ ഇറക്കിയെടുക്കുന്ന നിന്നെ ഇതാ പാര. എന്നെ പറ്റി കൊണ്ട് ശരിയാ தெரியாது. നീ എന്നെ എന്താ കയ്യില് കൊടുത്തേ? എന്നെ ചെയ്യടി. അന്ന് പാര. உங்க கத்திச்சண்டை பாக்குறதுக்கு நான் இங்க வரல. எங்க மணிகண்டன்? எனக்கு தெரியாது. நான் தெரிய வைக்கிறேன். 1500 ரூபாய் முதல் வாங்கித்தான் அவன் இருந்து முங்கியது. பலரையும் பற்றிச்சு நடക്കുന്ന സ്വഭാവം അവൻ എങ്കിട്ട് കാമിച്ചാ അവനെ சும்மா விட மாட்டேன். அவ ஆட்டவும் பாட்டும் இதோட க்ளோஸ். பீஸ் பீஸா கட் பண்ணி எஸ்டேட்ட போட்டுடுவேன். அவங்கிட்ட சொல்லு. கனகோ வா. அப்புறம் பாத்துக்கிறேன்.